കോഴിക്കോട്ടെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളപ്പൂ നല്ല കോഴി പൊരിച്ചു. അതായത് ആയിഫ ബീവിയുടെ അത് ഉമ്മയുടെ പെരലാണ് ഇരിക്കുന്നത്. പെരാന്ന് ട്രിവാൻഡ്രംകാർ പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ കോഴിക്കോട്ടെ പറയും പെരാന്നൊക്കെ പറയും. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ നല്ല അപ്പം കഴിക്കണം. അതായത് ട്രിവാൻഡ്രം ഭാഷയിൽ പറഞ്ഞ അപ്പവും നല്ല കോഴി പൊരിച്ചു. ആ മണം കിട്ടുന്നില്ലേ, ഉമ്മാൻ്റെ സ്പെഷ്യൽ ഐറ്റാട്ടോ അത്. അതായത് ഉമ്മ വേറെ ഒന്നുമില്ല, അപ്പം മാത്രമേ ഉള്ളൂ. അപ്പം, ചിക്കൻ പൊരിച്ചത്, മുട്ടക്കറി, അതുപോലെ തന്നെ ചിക്കൻ കറി. വേറെ ഐറ്റമൊന്നുമില്ല. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ എല്ലാം റെഡിയാവും എന്നൊക്കെയാണ് കേട്ടത്. ഇനിയെല്ലാം നേരിട്ടറിയാം. വാ. ഉമ്മ നമുക്കേ എന്താ സ്പെഷ്യല്? അപ്പം മാത്രം? ഇടിയപ്പം ഉണ്ടെങ്കിലും അപ്പമാണ് പ്രധാനം. അപ്പം ഉണ്ട്. ഈ അപ്പം നമ്മുടെ നാട്ടിൽ പറയും വെള്ളപ്പം എന്ന് പറയും, കോഴിക്കോട്. ഇവിടെ അങ്ങനെ തന്നെ പറയണേ. ഇവിടെ ഏതാ പറഞ്ഞേ? അങ്ങനെ തന്നെ പറയണേ. അപ്പവും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും മുട്ടക്കറി. നമ്മൾ രാവിലെ എപ്പം തുറക്കും? രാവിലെ 5:30 മണിക്ക് തുറക്കും. 5:30. അപ്പൊ 5:00 തൊട്ടേ അപ്പം കിട്ടുവോ? ഇല്ല, 6:30 മണിക്ക്. 6:00 തൊട്ട്. എനിക്ക് അപ്പം ചിക്കൻ പൊരിച്ചു തരും. ഉമ്മ തിരക്കിലാണ്. അടിപൊളി, നല്ല സോഫ്റ്റ് അപ്പം. ചില കഷ്ണം മതി ഉമ്മ. ചൂടാണോ? ഓ, നല്ല ചൂടാണ്. ഇറച്ച ചൂടില്ല, നല്ല ചൂടൻ ചിക്കൻ പൊരിച്ചത്. ഉമ്മ കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഉമ്മ കഴിക്കൂല ഇറച്ചിയൊന്നും. ഒറ്റ കഴിക്കൂല? എന്താ കഴിക്കില്ല? ഷുഗറൊക്കെ ഉണ്ട്. മുട്ടായി ഷുഗർ പറഞ്ഞപ്പോൾ മുട്ടായി വാങ്ങി ഇട്ടേക്കണം. ആണോ? ഉമ്മ സംഗതി പൊളിച്ചിട്ടോ. ഉമ്മ തിരക്കില്ല, ഒന്നും കേൾക്കുന്നില്ല. എനിക്കിതിനെ വിറ്റാലേ എനിക്ക് കായ് കിട്ടും മക്കളെ. ഇത് വിറ്റേ ഉമ്മയെ കായ് കിട്ടുന്ന ഉമ്മ പറയുന്നത്. ഇനി ആൾ കൂടുതൽ വരും നമ്മളെ പരിപാടി കണ്ടിട്ട്. ഇവിടെ ആളുണ്ടെന്ന് മഴയായോണ്ട്. നല്ല ആളുണ്ടോ? അല്ലെങ്കിൽ ഒരപ്പം പോലും അവിടെ കാണൂല. വേവണത് കൊടുക്കാൻ. ഉമ്മ രണ്ടപ്പം. എത്ര ഉമ്മ? 60, 70? എത്ര നമ്മള് 60 ഇപ്പൊ 70 വാങ്ങിക്കും. മുട്ടക്കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ പൊരിച്ചുണ്ട്. അപ്പം ചിക്കൻ പൊരിച്ച് നേരത്തെ ഞാൻ കഴിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ചിക്കൻ കറി ടേസ്റ്റ് നോക്കാം. എല്ലാം നല്ല ചൂടാട്ടോ. ഉമ്മ പൊളിച്ച് ഇവിടെ വെന്തോണ്ടും ഇരിക്കും, വിറ്റോണ്ടും ഇരിക്കും. ആളുകൾ തോന വരുമ്പോഴത്തേക്ക് അവിടെ നിർത്തിയേക്ക് വ്യാപിച്ച് വാങ്ങിച്ചോണ്ടേ പോകും അവര്. നല്ല പൂ പോലത്തെ അപ്പം, അതിൻ്റെ കൂടെ നല്ല സ്വയംബൻ ചൂടൻ ചിക്കൻ കറി. കണ്ടിട്ട് കൊതിയായിട്ട് കഴിക്കും വേണം, ചൂടാൻ തിന്നാൻ പറ്റുന്നില്ല. ഇന്ന് ചൂടൊന്നുമില്ലേ? ഇവിടെ ചൂടൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ കഴിക്കാനുള്ള നാളെ നേരത്തെ വന്നൂടാ. അപ്പം രാവിലെ വന്നാലേ സാധനം കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒന്നും സാധനം കിട്ടില്ല എന്നാലും പറയരുത്. ഉമ്മ സ്ഥലപ്പെടുന്ന ചന്തവിളയോ? ചന്തവിള. അത് പേരൂർക്കട ചന്തവിള. മേലെ ചന്തവള. ഇത് ചന്തവള തന്നെ. കിൻപറേര എവിടെയും ചന്തവള ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇത് മേലെ ചന്തവള. കിൻപറ വന്നു കഴിഞ്ഞാൽ മേലെ ചന്തവിള. എടാ അപ്പൊ കിൻപറ വന്നില്ലെങ്കിൽ മേലെ ചന്തവള. കിൻപറയൊക്കെ എന്നാള് വന്നതല്ലേ? കേട്ടോ. ആ കിൻപറ വന്നാണല്ലോ അല്ലേ? ഉമ്മ പണ്ടേ വന്നാണല്ലോ. എടാ ഞാൻ ഇവിടെ വന്നതല്ല പെറ അവിടെ. ആണോ? അമ്മ ചൂടായിട്ട് അങ്ങനെ ചൂടായി. മറ്റേ എപ്പാരാണ് മോനോ കൂടാരല്ലേ? എനിക്ക് 3 മക്കള്, 3 ആമക്കള്. ഇത് മൂത്ത മരുമോള്. അവർക്കാണ് ആ ബാക്കിൽ ഒരു 3-4 നിലയിൽ ഒരു കൊച്ചു വീട് വെച്ചേക്കുന്നത്. അതിന്റെ ഇപ്പുറത്തെ എന്റെ ഇളയ മോനൊരു ചെറിയ വീട് 2 നിലയിൽ. പിന്നെ രണ്ടാമത്തെ മോന് താഴെ വീട് വെക്കണം. അത് ഒരു ചെറിയ 2 നില. എല്ലാം ചെറിയ 2 നില കേട്ടോ. 2400 സ്ക്വയർ ഫീറ്റ്. 2800 സ്ക്വയർ ഫീറ്റ്. അത്രേ ഉള്ളൂ. ഒരു 2800 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഇപ്പോൾ കഴക്കൂട്ടം മേലെ ചന്തവള വന്നാൽ മതി അല്ലേ? മേലെ ചന്തവള വന്നു കഴിഞ്ഞാൽ മേലെ ചന്തവള ജംഗ്ഷനിൽ ആരിഫ ബീവിയുടെ കട ചോദിച്ചാൽ മതി, ആരും പറഞ്ഞുതരും. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.